ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എറണാകുളത്താണ് ഗൈസ്. ഞങ്ങൾ വരുന്നത് വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചു. പെട്ടെന്നുള്ളൊരു വരവായിരുന്നു, അതുകൊണ്ട് വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വരുന്നതൊന്നും വ്ളോഗ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് എടപ്പള്ളി പള്ളിയിലാണ്. എല്ലാം എറണാകുളം എപ്പോൾ വരികയാണെങ്കിലും അതിൻ്റെ ആ വ്ളോഗിൽ എടപ്പള്ളി പള്ളിയിൽ വരുന്നുണ്ടാവും ഗൈസ്. യെസ്, ഞങ്ങൾ എല്ലാ പ്രാവശ്യവും എടപ്പള്ളി പള്ളിയിൽ വരലുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ അത് ഗൈസ്. ഇപ്പം കുർബാന ഉണ്ട് 7 മണിക്ക്. അപ്പം ഞങ്ങൾ ജസ്റ്റ് വന്നിട്ടുള്ളൂ, കേറിയിട്ടില്ല. പപ്പ അവിടെ ഉണ്ട്. അതെ, നമ്മള് പിന്നെ വീട്ടിൽ നിന്ന് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി, ഇവിടെ ഒരു 12:30 ആയപ്പോൾ എത്തി. അപ്പം നമ്മൾ ഈ എടപ്പള്ളി ഇവിടെ ലുമാളിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ റൂം എടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ റൂമിൽ പോയി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു, ഇന്നത്തേതൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നാളെ എനിക്ക് സ്കൂളുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ദേവോക്കും സ്കൂളുണ്ട്, ദേവുവിനും നാളെ സ്കൂളുണ്ട്. അപ്പൊ ഈ വർഷം ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാട്ടോ ലീവ് എടുക്കുന്നത്. അതെ, നാളെ ഞങ്ങൾ തിരിച്ചു പോകും കേട്ടോ. നാളത്തെ ക്ലാസ് മിസ്സാവും. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. സബ്സ്ക്രൈബേഴ്സ് ആണ് പോയത്. അതെ, അവരുടെ പിന്നെ മോൻ്റെ കുട്ടി ഭയങ്കര ഫാനാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഫോട്ടോ ഒക്കെ എടുത്തു പോയി. നമുക്ക് അകത്തോട്ട് പോവാം. ഒരപ്പം ഒരു ലൈനായിട്ട് വരുമ്പോൾ ഒരു വൈറ്റ് സാധനം അപ്പം വായിച്ചില്ലേ, നമുക്ക് കഴിക്കാൻ. അത് മാമോദിസ മുങ്ങിയവർക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പുതിയ കാറായിരിക്കും. പൂജ. അപ്പൊ അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ? അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതിയാ മാമോദിസ മുങ്ങിയവർക്ക് മാത്രമേ ആ അപ്പം കഴിക്കാൻ പാടുള്ളൂ അല്ലേ? അതെ. അപ്പൊ ഞങ്ങള് പ്രാർത്ഥിച്ചിറങ്ങി. ആ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഓരോരുത്തർ കവറിൽ മണ്ണെടുത്തോണ്ട് പോകുന്നു. അപ്പൊ കുറച്ച് മണ്ണെടുത്തോണ്ട് കൊണ്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചു കേട്ടോ എന്തിനാണ് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു നമ്മളെ വീടിന് ചുറ്റി മണ്ണ് കുറച്ചായിട്ട് ഇങ്ങനെ ചുറ്റും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് വീട്ടിൽ പാമ്പ് വരൂല. പറമ്പിൽ പാമ്പൊന്നും വരില്ല. പിന്നെ നമ്മുടെ പരിസരമൊക്കെ എപ്പോഴും നല്ലതായിട്ടിരിക്കും എന്നാണ് പറഞ്ഞത്. വിശ്വാസത്തിന്റെ ഇതില് കൊണ്ടുപോകുന്നതാണ് മണ്ണ്. എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമ്മൾ കവറൊന്നും എടുത്തില്ലല്ലോ, അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫ്രണ്ട്സ്, പപ്പ വന്നിട്ടുണ്ട്. പപ്പ അവിടെയാണ്. പപ്പ പള്ളിക്ക് കയറാറില്ല. സാധാരണ നേരെ വിപരീതമാണ് സംഭവിക്കേണ്ടത്. കാരണം ഞങ്ങൾ പുറത്ത് നിന്നിട്ട് പപ്പയാണ് ഉള്ളിൽ കയറേണ്ടത്. ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് കേട്ടോ. കാരണം പപ്പ കുർബാന കൂടിയിട്ട് എനിക്ക് തോന്നുന്നു 18 വർഷമായി. പപ്പ പള്ളി കയറാറില്ല. എവിടെ പള്ളിയിലും കയറാറില്ല പപ്പ. ഞങ്ങൾ കയറും കേട്ടോ. ഞങ്ങൾ എല്ലാ പള്ളിയിലും കയറാറുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് പള്ളിയിൽ വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. പപ്പ പ്രാർത്ഥിക്കും കേട്ടോ, പക്ഷെ പള്ളി വരാറില്ല. നമുക്ക് ഇഷ്ടമാണ് പള്ളി വരുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ ഒരു സ്റ്റോളുണ്ട്. അവിടെ വെഞ്ചരിച്ച മാല, ഫോട്ടോ, ബ്രേസ്ലെറ്റ്സ്, മോതിരം വരെ കിട്ടും. അപ്പോൾ ഞാൻ കൊണ്ട് അങ്ങോട്ട് പോവാണ്. എനിക്ക് ചെറിയ വെഞ്ചരിച്ചതാണ്. ഇതൊക്കെ വെഞ്ചരിച്ചതാണ് കേട്ടോ. വേണോ മാല വേണോ? ഇതാണോ പിങ്കാണോ? പിങ്കില്ലേ? ഇത് വാങ്ങട്ടെ. ഫ്രണ്ട്സ്, ഞാൻ 2 കൊന്ത മേടിച്ചു. ഒന്ന് എനിക്ക് അമ്മയ്ക്കാണ്. എനിക്കൊരു കുഞ്ഞു മാലയാണ്, ഒരു കുഞ്ഞ് ബ്ലൂവിൻ്റെ മാല. അതാണ് എനിക്കിഷ്ടം. കുഞ്ഞു മാലകളാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അത് വാങ്ങിച്ചു. അമ്മയ്ക്ക് ഒരു കളർ വാങ്ങിച്ചു. മാല ഇട്ടോ?
ഫ്രണ്ട്സ്, അപ്പോൾ കുർബാന കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങുകയാണ്. രാത്രി 7:45 സമയം. ഇനി ഞങ്ങൾ കാർ എടുക്കാതെ വന്നത്, നടന്ന് പോണം ഗായ്സ്. പോയി അങ്ങനെ കയറാനുള്ളൂ. പറയുമ്പോ 10 സെക്കൻഡ് ഇനി റൂമിലോട്ടാണോ പോണേ? നേരെ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഇവിടെ ഒരു പള്ളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോണ്ട് ഇവിടെ ഒരു ചെറിയൊരു കട. ആ കടയെ കണ്ട് ദിയമോക്ക് ഈ പൊട്ട് വേണം, കളർ പൊട്ട് വേണം. എന്നാൽ പൊട്ട് തൊടാത്ത ദിയമോക്ക് കളർ പൊട്ട് വേണം. ഒരു കാര്യം പറയട്ടെ, ഈ സമയത്ത് ചേച്ചി വരാതിരുന്ന് ഇതേ സമയത്ത് ഈ ഒരു പൊട്ട് വാങ്ങിയ ശിവരാത്രിക്കോ? എന്റെ കസിൻസിന്റെ വീട്ടിൽ പോകുമ്പോൾ അവരെ വീട്ടിൽ പൊട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വലിയ എന്തോ പൊട്ടാണ് വിചാരിച്ചിട്ട് ഞാനത് എല്ലാ കളറും ഇട്ട് വെക്കും. എല്ലാ കളറും ഇട്ടിട്ട് ഭയങ്കര ഹൈപ്പ്. അതെ, ചെറുപ്പത്തിൽ നമുക്ക് ഈ പൊട്ടിനോട് ഭയങ്കര ഒരു ആഗ്രഹം. അതെ അതെ അതെ, സ്കൂളിൽ പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ കളറ് പൊട്ട് തൊട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു അതെ 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 ചിന്നഞ്ചീറ്. പിന്നെ ഐലൈനർ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇട്ട് കണ്ടാ മതി കേട്ടോ, ഈ പൊട്ട് ഇട്ട് കണ്ടാ മതിയേ. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഇവിടെ ടൗണിൽ കൂടെ. നമ്മളെ റൂം നടന്നതാ, ഇത് മാളാണ്, ലുലു മാളാണ്. ഇവിടെയാണെങ്കിൽ അവിടെയാണ് നമ്മളെ റൂം. അതെ, ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് കാണാം, ഞാൻ കാണിച്ചു തരാവേ. ലുലു മാൾ ഇവിടെ, ലുലു മാളിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ അത്. പക്ഷെ നമ്മൾ താമസിക്കുന്നത് അവിടെയാണ്, ഒരു 100 meters away. അവിടെ സൈൻ ലെവലിന്റെ ബോർഡ് ഉണ്ട്. അതിന്റെ അപ്പുറത്താണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. ലുലു ഗ്രൂപ്പ് ഹെഡ് ഓഫീസിന്റെ അവിടെ. നമ്മൾ ഇന്ന് ജസ്റ്റ് താമസിക്കുന്ന ഹോട്ടലിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ വീട് ഇവിടെ അല്ല. ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കും നമ്മുടെ വീട് ഇവിടെയാണ്. ഫ്രണ്ട്സ്, അപ്പം നല്ല വിശപ്പുണ്ട്, ചെറിയ വിശപ്പുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് കഴിച്ചിട്ട് റൂമിൽ പോകുന്നത്. ആ റൂം സമയം എത്രയായി? 8:30. അപ്പം നമുക്ക് കഴിക്കാം ഗൈസ്. പപ്പയ്ക്ക് നല്ല വിശപ്പുണ്ട്. ഇരുന്നപ്പോ നല്ല സുഖം കേട്ടോ. കാരണം ഞങ്ങളുണ്ടല്ലോ 4 മണിക്കൂറായിട്ട് നമ്മൾ നിക്കുക നടക്കുക. നമ്മൾ എവിടെ ഇരുന്നിട്ടില്ല. ഇപ്പൊ ഇരുന്നപ്പോ എന്തൊരു സുഖം. അപ്പൊ എന്താ ദൈവം ഓർഡർ ചെയ്യണേ? ഞാന് പെരി പെരി അൽഫാം മന്തി ക്വാർട്ടർ. നിയമോള് ക്വാർട്ടർ ഞങ്ങൾക്ക് ഒന്നും മതി, 2 പേർക്കും കൂടെ വന്നിരിക്കൂലേ. ഗൈസ്, എത്ര നേരമായി ഫുഡിന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. നല്ല ഇപ്പൊ വിശപ്പ് വന്നു. ഈ പാത്രം അടിയിൽ വെച്ചിട്ട് എന്റെ തുപ്പിന് നിരത്ത് വെള്ളം ഇറക്കുന്നുണ്ട് ഗൈസ്. അപ്പുറത്ത് വെള്ളം ഇറക്കുന്ന സൗണ്ട് ഇവിടെ കേൾക്കും. കഴിഞ്ഞിട്ടില്ല അവര് വന്നിട്ട് അവർക്ക് വന്നു. അതോട് പറഞ്ഞു എന്നോട്. ആര്? ആണോ? ഗൈസ്, എന്റെ കൈ ഷട്ടിൽ കളിച്ചിട്ട് എന്റെ ഈ കൈ മൊത്തം വേദനയാണ് ഗൈസ്. കംപ്ലീറ്റ് വേദന. ഇന്ന് ഇപ്പൊ സ്റ്റാർട്ടായിട്ടുണ്ട്. കണ്ണാക്കിലൊട്ടി നിക്കരുത്. അപ്പൊ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. റൂം താണ്ട ഇവിടെ തന്നെയാണ്, ഓപ്പോസിറ്റ്. നാളെയാണ് ഞങ്ങൾ തിരിച്ചു പോണത് വീട്ടിലേക്ക്. നാളെ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ റൂമിലെത്തി. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യാം. അതെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാം. അപ്പൊ ഇവര് സൈഡായിട്ടോ കാര്യം എനിക്കുണ്ടോ?